പിന്നെ നിന്റെ ചുമയും തുമ്മലും ഒന്നും ഇതുവരെ മാറിയില്ലേ? ഒരു രക്ഷയില്ല ഹരിച്ചേട്ടാ, ദിവസം പൊടിയടിച്ചിട്ടാ. ഓ, ആ കാറ് പോകുന്ന പോക്ക് ഇതുപോലെ ഓരോ വണ്ടികൾ പോകുമ്പോഴേ നമ്മൾ ഈ പൊടി വീണ്ടും വീണ്ടും വലിച്ചു കയറ്റിയല്ലേ. എടാ, ഈ കാറുകാർക്ക് ഈ പൊടി പ്രശ്നമല്ലെന്നാ തോന്നുന്നത്. അവർക്ക് ഗ്ലാസ് ഇട്ട് യാത്ര ചെയ്യാമല്ലോ. പെട്ടുപോകുന്നത് ഓട്ടോറിക്ഷക്കാരും ബൈക്ക് യാത്രക്കാരുമാണ്. കാറ്റടിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും കൂടുതൽ ബാധിക്കണം നമുക്കാണ്. ബസ്സൊക്കെ ആണെന്ന് വെച്ചാൽ പൊങ്ങിയാണ് ഇരിക്കുന്നത്. പൊടി വണ്ടി കൂടെ പോകും, അവർക്ക് വലുതായിട്ട് ബാധിക്കും. ഏറ്റവും കൂടുതൽ ബാധിക്കണം നമുക്ക് തന്നെ. ഓട്ടോറിക്ഷ 2 വീലർ ഓടിക്കണവർക്കുന്നില്ല. പൊടി ഭയങ്കര പ്രശ്നം. നമ്മൾ വണ്ടി പോകുമ്പോഴേ പൊടി ഒരുപാടുണ്ട് പറഞ്ഞു. മഴയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഈ പൊടി കംപ്ലീറ്റും ഞാൻ തന്നെ മാസ്ക് വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. വീട്ടിൽ ചെന്ന് കിടന്ന ചുമയും അങ്ങനെയുള്ള മൂക്ക് കണ്ണിലേരിച്ചിലും ഇതൊക്കെയാണ് വരാറുള്ളത്. അല്ലെങ്കിൽ തന്നെ പൊടി അലർജിയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതും കൂടെയൊക്കെ ആവുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഭീകര. ഈ മണ്ണും പൊടിയും പ്രധാനമായിട്ട് നമ്മുടെ ഈ ശ്വാസകോശ സംബന്ധമായ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് കൂടുതലായിട്ട്. പ്രത്യേകിച്ച് ഈ ആസ്മ അഥവാ അലർജി പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ വളരെയധികം കൂടുകയും അവർക്ക് സ്ഥിരമായിട്ട് നിൽക്കുന്ന പല പ്രശ്നങ്ങളും അസുഖങ്ങളും വരുന്നതായി നമ്മൾ കാണുന്നു. ചേട്ടാ, എനിക്ക് ചുമയും കഫക്കെട്ട് തുടങ്ങിയിട്ട് എത്ര നാളായി? അതാണ് ഇപ്പോൾ ഡോക്ടർമാർക്ക് മുന്നിലെത്തുന്ന പല കേസുകളിലും വിട്ടുമാറാത്ത ചുമയാണ് വില്ലൻ. പലർക്കും ഈ ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് പോലെ വന്ന് ഈ സൈനസ് ക്യാവിറ്റിയിലൊക്കെ കഫവും മണ്ണും പൊടിയും അടിഞ്ഞുള്ള കഫവും ഇൻഫെക്ഷനും വന്നതിന് ശേഷവും പലർക്കും ഈ പറയുന്ന ചുമയും പനിയും വിട്ടുമാറാതെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ റോഡ് പണിയൊക്കെ തീരും വരെ നമ്മൾ സ്വയം ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഈ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അവർ കൂടുതൽ നമ്മുടെ പുകയും പൊടിയുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. ഈ പുകയും മണ്ണും പൊടിയും അവരുടെ ശ്വാസനാളിയിലേക്ക് കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ ഒരു മാസ്ക് വെച്ച് പുറത്തു പോകുന്നത് നല്ലതായിരിക്കും. ഹരിച്ചേട്ടാ, ഈ മഴയെങ്കിലും പെയ്തിരുന്നെങ്കിലേ കുറച്ച് പൊടിയെങ്കിലും ഒന്ന് അടങ്ങിയേനെ. മഴയൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടടാ. ഈ പൊടിയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സ്വയം മുൻകരുതൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബിജു വി എസിനും ജിബിനും ഒപ്പം ടി എസ് ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.